നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസത്തേക്ക് ശേഷമാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അതിന് കാരണം നമ്മുടെ വീട്ടിൽ, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുണ്ട്, നമ്മുടെ വീട്ടിൽ കുറേ കുളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ മഴയത്ത് ആ കുളങ്ങളെല്ലാം നമുക്ക് നശിച്ചു. ആ ടാർപോളിൻ ടാങ്കെല്ലാം കീറി എലിയൊക്കെ തുരന്ന് നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിനെല്ലാം ഡിസ്പോസ് ചെയ്തിട്ട് ഒരു നല്ലൊരു കുളം ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി നമ്മളിങ്ങനെ കുറേ പൈസയ്ക്കൊക്കെ കുറച്ച് ആവശ്യമുള്ളതൊക്കെ ഉണ്ട്, കുറച്ച് വെയിറ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ കുറഞ്ഞു പോയത്. നമ്മൾ ഒരു വലിയ കുളം ചെയ്യാൻ പോവുകയാണ്. ആക്ച്വലി 2 കുളം ചെയ്യുന്നുണ്ട്, ഒരു വലുത് ഒരു ചെറുത്. അതിൻ്റെ പണിയാണ്, പുതിയ കുളത്തിൻ്റെ പണിയാണ്, സിമൻറ്റ് ടാങ്കാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ എല്ലാ സജ്ജീകരണത്തോടും കൂടെ നമ്മൾ ആ പണി ആരംഭിക്കുകയാണ്. ഇത് നമ്മൾക്ക് ഈ കുളത്തിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിനടുത്തുള്ള കുളങ്ങളെല്ലാം ഒന്നുകൂടെ നമ്മൾ റിഫ്രഷ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഇവിടെ എല്ലാം മീൻ വളർത്താൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ തുടർന്നുള്ള വീഡിയോകളുണ്ടാവും. ഈ കുളത്തിൻ്റെ പണി നമുക്കൊന്ന് കാണാം. കണ്ടിട്ട് നമുക്കടുത്ത് ഇതിൻ്റെ അപ്ഡേഷനൊക്കെ പിന്നാലെ വരും. നമുക്ക് പണിയിലേക്ക് പോകാം.
വർക്കും പ്ലാസ്റ്റിക് വർക്കും എല്ലാം ഈ കുളം 14 അടി വീതി 26 അടി നീളമുണ്ട് ഒരു കുളമാണിത്. ഇതിന് ഏതാണ്ട് 5 അടി വെള്ളം സംഭരിക്കാൻ സാധിക്കും. ഇത് കഴിഞ്ഞ് മുകളിൽ നമ്മൾ കുളം 6 അടി വീതിയും 8 അടി നീളമുള്ളൊരു കുളമാണ്. ഈ കുളത്തിൽ ഏതാണ്ട് 5.5 അടിയോളം വെള്ളം സംഭരിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൽ കുറച്ച് സ്ലാബൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ ഫിൽട്രേഷൻ ചെയ്യാൻ വേണ്ടിയും കുറച്ച് അപ്ഡേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. നമ്മൾ തൽക്കാലം ഇതിൻ്റെ പണി നടത്തി ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ അടിച്ച് ഇത് കോൺക്രീറ്റും പ്ലാസ്റ്ററൊക്കെ ഒന്ന് സെറ്റായി നല്ല അടിപൊളിയായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇത് കഴിഞ്ഞ് ഈ വെള്ളമൊക്കെ നമ്മൾ അടിച്ച് കളഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇതിന് കുറച്ച് വർക്കുകളുണ്ട്, കുറേ അപ്ഡേഷൻസ് ഉണ്ട്, ഒരു ഫിൽട്രേഷൻ സിസ്റ്റം വരുന്നുണ്ട്, പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൽ എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നോ അത് നിങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതുപോലെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഇതിനൊരു മനോഹരമായൊരു കുളമാക്കി എടുത്തിട്ട് ഇവിടെ ഇഷ്ടം പോലെ മീൻ വളർത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണയും സപ്പോർട്ടും ഒക്കെ ഞങ്ങൾക്ക് വേണം. ഇതുവരെ നിങ്ങൾ നൽകിയ എല്ലാ സപ്പോർട്ടിനും വളരെ നന്ദി. നിങ്ങൾ നൽകിയ വിലപ്പെട്ട അഭിപ്രായങ്ങൾക്ക് നന്ദി. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതില്ലെങ്കിൽ മുമ്പ് കണ്ടിട്ട് വീണ്ടും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾക്ക് എല്ലാ പ്രോത്സാഹനവും തരിക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മളിനി അടുത്തതിനുള്ള അപ്ഡേഷൻസും ഇതിന് മീൻ ഇടുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് പിന്നാലെ വരും. അപ്പോൾ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ പിന്നാലെ ലഭിക്കും. നമുക്ക് ഇത് പോയിട്ട് വേറെയും കുറേ കുളങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നേരത്തെ ടാർപോളിൽ കിടന്നിടത്തെല്ലാം മിക്കയിടത്തും നമ്മളിപ്പോൾ സിമൻറ്റ് ടാങ്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം പൂർത്തിയായി കഴിയുമ്പോഴേക്കും ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മുഴുവൻ കുളങ്ങളെയും പ്രസൻറ്റ് ചെയ്തുകൊണ്ടൊരു വീഡിയോ നിങ്ങളുടെ അടുത്ത് വരും. അപ്പോൾ അതുവരെയും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ക്ഷമിക്കുക, സഹിക്കുക. അപ്പോൾ ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നുണ്ട്. ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നത് വരെയും ബായ്.